കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹനേക്കാൾ വലിയവരില്ല. എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. സ്നാപയോഹനന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു. ബലവാന്മാർ അത് പിടിച്ചെടുക്കുന്നു. യോഹനാൻ വരെ സകല പ്രവാചകന്മാരും നിയമവും പ്രവചനവും നടത്തി. നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറെങ്കിൽ ഇവരാണ് വരാനിരിക്കുന്ന എലിയ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശ്വരത്തിന് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ നമ്മൾ വായിക്കുന്ന ഓരോ ഭാഗവും ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ മനസ്സും ശരീരവും ഒരുക്കുന്നതോടൊപ്പം തന്നെ ഒരു പ്രത്യാശ നമുക്ക് തരുന്നുണ്ട്. എൻ്റെ കൂടെ എന്നും ഉള്ളൊരു ദൈവത്തെയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. കാരണം പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഇസ്രായേൽ ജനം ഒറ്റപ്പെട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ പകല് മേഘസ്തംഭമായും രാത്രി അഗ്നിഗോളവുമായിട്ട് അവരെ കൂടെയായിരുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഓരോ നിമിഷവും അവരുടെ തീരുമാനങ്ങളിലും അവരോരോ ചെയ്തികളിലും ദൈവം അവരുടെ കൂടെ ആയിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് യെശയ്യാ പ്രവാചകന്റെ ഒരു പുസ്തകം വായിക്കുമ്പോൾ മനുഷ്യ എത്രത്തോളം ചെറുതാണ് എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. കാരണം അഭിമാന പുരസ്സരം ഓരോ രാജവംശങ്ങളെ പറഞ്ഞിരുന്നത് പോലെ തന്നെ അവരെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും കൃമികളാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ വസ്തുവാണ് എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ മനുഷ്യജീവിതം പരിശോധിക്കുമ്പോഴും നമ്മൾ ഓർക്കണം, ക്രിസ്തുവില്ലെങ്കിൽ, തമ്പുരാനില്ലെങ്കിൽ എൻ്റെ ജീവിതവും ഒരു വട്ടപൂജ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം. കാരണം ആ ഒരു നിമിഷത്തിൽ അവരോരോരുത്തരോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു പക്ഷേ ചെറുതാണെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും വലത്തുകരം ഞാൻ പിടിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ വലിയവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നല്ല വൃക്ഷങ്ങളെ പറ്റി പറയുന്നതും അവരോരോരുത്തരുടെയും അത്രത്തോളം ആഴത്തിലുള്ള വേരുകളെ പറ്റിയിട്ടുള്ള തമ്പുരാൻ സംസാരിക്കുന്നത്. സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, ഈ ഒരു ആഗമന കാലത്ത് ഞാൻ എത്രത്തോളം ദൈവത്തിൻ്റെ കൈപിടിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം. കാരണം ഇന്നത്തെ സുവിശേഷത്തിലാണ് നമ്മൾ വായിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു പക്ഷേ യെശയ്യാ പ്രവാചക പുസ്തകത്തിലൂടെ ആ ഒരു ആശ്രയത്തെപ്പറ്റി നമ്മളോട് പറയുന്നതും, ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളെല്ലാവരും എത്രത്തോളം ഓടിയാലും കഴുകനെ പോലെ ചിറകടിച്ചാലും തളരുകയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ ആയിരിക്കുന്ന ആ ഒരു ദൈവത്തെ ഞാൻ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയുക. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോഴാണെങ്കിലും പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന പ്രവാചകനാണ് സ്നാപയോഹനാൻ. തൻ്റെ ജീവിതം കൊണ്ട് പലപ്പോഴും ആ ഒരു വിശ്വാസത്തെയും പലപ്പോഴും ഏറ്റുപറയുകയും ചുറ്റുമുള്ള ഓരോ വ്യക്തികളോടും നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിന് വേണ്ടി തയ്യാറായിരിക്കണമെന്ന് പറയുമ്പോഴും ആ ഒരു മനുഷ്യനെ ആ ഒരു സമൂഹം ഒറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവിടെ ഒന്നും ചെറുതായി പോകുന്നില്ല. തൻ്റെ പ്രവചനങ്ങൾ പലപ്പോഴും അവരോരോരുത്തരുടെയും ജീവിതത്തിൽ ശക്തി ആർജിക്കാനും അവരോരോരുത്തരെയും ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കാനും തൻ്റെ ജീവിതം കൊണ്ട്, തൻ്റെ ജീവിതം കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു പ്രവാചകൻ ശ്രമിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഭാഗം പരിശോധിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ഭാഗത്തിൽ പണ്ട് എങ്ങനെയായിരുന്നു സ്വർഗരാജ്യം എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഒരു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നീപജ്ഞരും ഫരിസേയരും സമൂഹത്തിൽ ഉന്നതരെന്ന് പറയപ്പെട്ടിരുന്ന പല ആൾക്കാരും സ്വർഗരാജ്യം അത് പലപ്പോഴും ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നിടത്താണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവനും പോലും സ്വർഗരാജ്യം അവകാശമാക്കാൻ അവരുടെ ജീവിതം കൊണ്ട് അവർ യോഗ്യനാണ് എന്നുള്ള കാര്യം. കാരണം പഴയ കാലഘട്ടങ്ങളിൽ ഫലപ്രയോഗം കൊണ്ട് സ്വർഗരാജ്യം കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ അവരോരോരുത്തരും തന്നെ ജീവിതം കൊണ്ട് പലപ്പോഴും മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ യോഗ്യരല്ല, അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ യോഗ്യര എന്നുള്ള കാര്യം ഫരിസേയരും നിയമജ്ഞരും പലപ്പോഴും പറയുമ്പോഴും അവർ ജീവിതം കൊണ്ട് പലപ്പോഴും മറ്റുള്ളവരെ അയോഗ്യരാണെന്ന് പറയുമ്പോഴും സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത്, എൻ്റെ ജീവിതത്തിൽ എത്രത്തോളം ഞാൻ ചെറുതാണെങ്കിലും ദൈവം എൻ്റെ കൂടെയുള്ളത് കൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ
എൻ്റെ അകൃത്യങ്ങൾക്കും എൻ്റെ പാപങ്ങൾക്കും വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതം തമ്പുരാനുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. പൗലോസ് ശ്ലീഹ തൻ്റെ പ്രേക്ഷിത യാത്രയിലുടനീളം പറഞ്ഞത് എൻ്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ ആര് എനിക്ക് എതിര് നിൽക്കും എന്നുള്ള കാര്യമാണ്. അത് അത്രത്തോളം ആഴത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഓരോ പ്രേക്ഷിത യാത്രയിലും തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവരോട് പറയണമെങ്കിലും, അല്ലെങ്കിൽ ഒരു ഫരിസേയനായിട്ടും ഒരു വിജാതീയനായിട്ടും കടന്നു വന്ന ആ ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞ നിമിഷം മുതൽ ഇതാണ് സത്യദൈവം എന്ന് പറഞ്ഞ് താൻ പ്രസംഗിച്ചവരും അല്ലെങ്കിൽ താൻ മുറിവേൽപ്പിക്കപ്പെട്ട ഓരോരുത്തരോടും ദൈവത്തെപ്പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അത്രത്തോളം ആഴത്തിൽ വേദനയ്ക്കും അല്ലെങ്കിൽ സഹനങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള കാര്യം ബോധ്യത്തോടു കൂടി എന്തുകൊണ്ട് പൗലോസ് ശ്ലീഹ ഒരു കാര്യം പറഞ്ഞു? അത് ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്താലാണ്. ഇഷ്ടമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ഈ ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ ജീവിത പ്രശ്നങ്ങളിലോ വേദനകളിലോ ഒക്കെ പലപ്പോഴും നമ്മൾ നിൽക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരാളോട് ഒരു സങ്കടം പങ്കുവെക്കുമ്പോൾ ഈ ഒരു വേദനയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നുള്ളൊരു ജീവിതവും, അല്ലെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അത്രത്തോളം പ്രബലനാണ്, അശക്തനാണെന്നൊക്കെ നമ്മൾ മറ്റുള്ളവർ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ്. പലപ്പോഴും വിശുദ്ധ കുർബാനയിലൂടെ ആ ഒരു കൂടെ നിൽപ്പ് പലപ്പോഴും തമ്പുരാൻ ഉറപ്പാക്കുമ്പോഴും ഈ വിശുദ്ധ കുർബാന പലപ്പോഴും നമ്മൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ഈ ഉറപ്പിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടത് ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തു തന്നെയാണ്. ഞാൻ എത്രത്തോളം ആ ഒരു ദൈവത്തിന് വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പഴയ കാലഘട്ടം മുതൽ ഒരു രക്ഷകന് വേണ്ടി കാത്തിരുന്ന ഒരു ജനതയുടെ പൂർത്തീകരണത്തിൽ എൻ്റെ ജീവിതവും എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. കാരണം അനുദിന ജീവിതത്തിൽ പറഞ്ഞതുപോലെ പലപ്പോഴും ആ ഒരു സ്നേഹബന്ധത്തിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ അശക്തമായിട്ട് പല നിമിഷവും നമ്മൾ മുന്നേറുമ്പോഴും, വേദനയിലും സഹനത്തിലൊക്കെ ഈ ഒരു ജീവിതത്തെ പലപ്പോഴും നമ്മൾ തള്ളിപ്പറയുമ്പോഴും എപ്പോഴും ഓർക്കേണ്ടത് ദൈവം തന്ന ഈ ഒരു ജീവിതം അവൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു വലത്തുകരം എന്നെ എപ്പോഴും ചേർത്ത് പിടിക്കും എന്നുള്ള കാര്യം നമ്മളെപ്പോഴും തിരിച്ചറിയണം. കാരണം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമുക്ക് ഓരോരുത്തരും തരുന്ന ഏറ്റവും നല്ലൊരു വാഗ്ദാനം, നീ എത്രത്തോളം പ്രബലനായാലും നിന്റെ ജീവിതത്തിൽ നീ ബലഹീനനായിട്ട് മാറിയാലും നിന്റെ വലത്തുകരം ചേർത്ത് പിടിക്കാൻ ഞാൻ നിന്റെ കൂടെ അനാദി വരെ ഉണ്ടാകും എന്നുള്ള കാര്യമാണ്. സ്നേഹമുള്ളവരെ, ഏറ്റെടുക്കാം. ഈ ഒരു ഭാഗം നമ്മൾ ഓരോ നിമിഷം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്നത് പോലെ, ആ ഒരു ഭാഗത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതം ചേർത്ത് പിടിക്കുന്നത് പോലെ, ഓരോ നിമിഷവും മുന്നോട്ട് പോകുമ്പോഴും അശക്തരായിട്ട് മാറുമ്പോഴും ജീവിതത്തിൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ദൈവം എൻ്റെ കൂടെയുണ്ടല്ലോ, എനിക്ക് എന്താണ് എതിര് എന്നുള്ളൊരു ബോധ്യത്തിൽ എപ്പോഴും ഈ ജീവിതം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പരിശ്രമിക്കാം. തമ്പുരാൻ നമ്മൾ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.